എന്നും രാത്രിയിൽ ഒരേ ചോറ് ചോറ് ചോറ്. അത് കാരണം ഒരു മാറ്റമൊക്കെ വരുത്തണ്ടേന്ന് കരുതി ഇന്ന് തൊട്ട് രാത്രിയിൽ നമ്മൾ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ആദ്യം സോസേജും അതുപോലെ തന്നെ മുട്ട ചിക്കി പൊരിച്ചത്, കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് ചിക്കി പൊരിച്ചത്, ഇത് രണ്ടുമായിരുന്നു. അത് മാത്രം കഴിച്ചാൽ എനിക്ക് വിശപ്പും മാറില്ല എന്ന് പറഞ്ഞത് കാരണം അവൾ ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ ഉണ്ടാക്കി. അതിലൊന്ന് നമ്മുടെ സാധാരണ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇവിടുത്തെ പെരുണമൂസി എന്ന് പറയുന്നൊരു സാധനം, അതായത് നമ്മുടെ കിഴങ്ങില്ലേ അത് പുഴുങ്ങിയിട്ട് സ്മാഷ് ചെയ്യുന്ന സാധനം. അത് ആദ്യമായിട്ടാണ് ഇപ്പോൾ വീട്ടിലുണ്ടാക്കി വെക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയത് അവളാണ് കേട്ടോ, അത് സ്വാഭാവികമാണല്ലോ അല്ലേ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യുമ്പോൾ അവൾ ഓൾറെഡി കഴിച്ചിട്ടൊക്കെ പോയി. ഞാൻ പാതിരാത്രിയായി ഇത് കഴിക്കാനായിട്ട് വന്നപ്പോൾ തന്നെ. ആദ്യം തന്നെ പെരുണമൂസി ആട്ടോ കഴിച്ചത്. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്, ബട്ടറൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ കൂടെ പിന്നെ ചെമ്മീൻ റോസ്റ്റ്, അത് നമ്മുടെ സാധാരണ ചെമ്മീൻ റോസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇച്ചിരി ഒരു എരിവ് കൂടുതലുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ മുട്ട ചിക്കി പൊരിച്ചതിന് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ സാധാരണ പോലെ തന്നെ. അതിൻ്റെ അകത്ത് ഇച്ചിരി ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ എക്സ്ട്രാ കിടപ്പുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. സോസേജും കൊള്ളായിരുന്നു. സോസേജ് ഇപ്പം ഞങ്ങളുടെ ഒരു ഇഷ്ടഭക്ഷണം കൂടിയാണ്, അത് കാരണം സോസേജ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഏതായാലും അത് മൊത്തം ഞാൻ കഴിച്ചു കേട്ടോ. സത്യത്തിൽ ഇത് ഞങ്ങൾ എല്ലാ ദിവസവും സെയിം ഫുഡല്ല, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് കരുതിയിട്ടാണ് ഇന്ന് തുടക്കം ഇട്ടത്. പക്ഷേ അവർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ തുടക്കം അങ്ങ് അവസാനിച്ചു. വേറൊന്നുമല്ല, ഇത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അതായത് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി, ചോറും ഒരു കറിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പണി തരും. ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കും കൂടെ അങ്ങ് ആയി. പിന്നെ നമ്മൾ വേറെ അടുക്കളയിൽ കയറി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട. ഇതങ്ങനെയല്ല, ഉച്ചക്ക് നമ്മൾ ചോറ് കഴിക്കും, എന്നിട്ട് വൈകിട്ട് പിന്നെ വേറെ ഉണ്ടാക്കണം. അപ്പോൾ ഈ 3 നേരം ഉണ്ടാക്കിക്കൊണ്ട് അടുക്കളയിൽ തന്നെ ഇരിക്കേണ്ടി വരും. അത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയായത് കാരണം നമ്മൾ ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ പരിപാടി അങ്ങ് നിർത്തി കേട്ടോ. നമുക്ക് നമ്മുടെ ചോറും കറിയും തന്നെ പറ്റുള്ളൂന്നേ. വല്ലപ്പോഴും ഒരു സമയം കിട്ടുമ്പോൾ ഇച്ചിരി വെറൈറ്റി ഒക്കെ ചെയ്യാമെന്നല്ലാതെ സ്ഥിരമായിട്ട് നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.